ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പരപ്പൂ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്തത്. അങ്ങനെ നമ്മുടെ ശ്രുതിയെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നൊരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ടല്ലോ. എത്രയൊക്കെ പറഞ്ഞാലും ശ്രുതി എന്ന് വെച്ചാൽ ജീവനാണ്. തന്നെ ശ്രുതി ഉപേക്ഷിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിക്ക് അത് ഒരിക്കലും താങ്ങാനാവുന്ന കാര്യമല്ല. എന്നാൽ ഇങ്ങനൊരു ഭാഗം നമുക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട് ചെമ്പരപ്പൂവിലായിട്ട്. അതെപ്പോഴാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇന്നലെ ഞാൻ വരാൻ പോകുന്ന ഒരു ഭാഗത്തിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശ്രുതി വിമലാന്റെയും മാതിയെയും വാടകയ്ക്ക് കൊടുത്ത് സംരക്ഷിക്കുന്നു എന്നുള്ള വിവരം ശ്രുതി അറിയുന്നുണ്ടല്ലേ. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണണമെന്നാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നിങ്ങളൊരു വീഡിയോ കാണുക. അതിന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഭാഗമാണിട്ട്. എന്നിരുന്നാലും വീഡിയോ ചുരുക്കത്തിൽ ഞാൻ പറയാം. നമ്മുടെ വിമലാന്റെയും ആദ്യം വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ ഓണർ ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുന്ന സമയത്ത് യാദൃശ്ചികമായി തന്നെ ഫോൺ എടുക്കുന്ന ശ്രുതിയാണ്. ആ ഒരു സമയത്ത് ശ്രുതി ബാത്റൂമിലായിരിക്കും കേട്ടോ. ശ്രുതി വന്ന് ഫോൺ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ 2 മാസത്തെ വാടക പെൻഡിങ് ആണെന്നും അടുത്ത മാസം കൂടി തന്നില്ല എന്നാലല്ലേ എനിക്ക് അവർ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നമ്പറുമായി മാറിപ്പോയതായിരിക്കുമെന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിലും ഇത് ശ്രുതിയുടെ നമ്പറല്ലേ എന്ന് അപ്പുറത്തുള്ള ആൾ ചോദിക്കുന്നുണ്ട്. അതേ എന്ന് ശ്രുതി മറുപടി പറയുന്ന സമയത്ത് എനിക്ക് നമ്പറൊന്നും മാറിപ്പോയിട്ടില്ല, ഞാൻ ഉദ്ദേശിച്ച ശ്രുതിയെ തന്നെയാണ്. ശ്രുതി 2 പേരുടെ വാടകയ്ക്ക് താമസിപ്പിച്ചിട്ടുണ്ട്. അവരുടെ വാടക ഇതുവരെ 2 മാസത്തെ വാടക തന്നിട്ടില്ല. ഇപ്പോൾ അതേ 3ാമത്തെ മാസമാകാൻ പോകുന്നു. ഈ ഒരു മാസം കൂടെ വാടക തന്നില്ല എന്നാണെങ്കിൽ എനിക്ക് അവർ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് കാര്യം മനസ്സിലാവുന്നില്ല. ഇദ്ദേഹം ദേഷ്യപ്പെട്ട് കോൾ കട്ട് ചെയ്യുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ തൻ്റെ ഫോൺ ശ്രുതി എടുത്തു എന്നറിയുമ്പോഴത്തേക്ക് ശ്രുതിക്ക് ദേഷ്യം അടക്കാനാവുന്ന ശ്രുതി വേഗം തന്നെ ശ്രുതിനോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഫോണിലേക്ക് വന്ന് കോൾ അറ്റൻഡ് ചെയ്ത് ശ്രുതിനോട് ആരോ പറയുന്നത് മറ്റുള്ളവർ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമുണ്ടോ ശ്രുതിക്കെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ മനഃപൂർവ്വം എടുത്തില്ല, നീ ബാത്റൂമിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തത്, എന്തായാലും നീ എന്നിൽ നിന്ന് ഒരുപാട് സത്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരും തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ ചാനലിൽ കയറി വീഡിയോ ഒന്ന് കാണുക. അതിന് ശേഷം വരുന്ന ഭാഗമാണ് ഈ ശ്രുതി ഇവിടെ നിന്ന് ശ്രുതിയോട് വഴക്കിട്ട് ടെറസിലേക്ക് പോകുന്ന അതേ സമയം തന്നെ നമ്മുടെ സച്ചിക്കും രേവതിക്കും ഇടയിലും ശ്രീകാന്തിന്റെയും വർഷയ്ക്കും ഇടയിലും ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്നത്തെ പോലെ തന്നെ 3 പേരും തങ്ങളുടെ ഭാര്യമാരുടെ വഴക്കിട്ട് ടെറസിന്റെ മുകളിലേക്ക് ചെല്ലുന്ന സമയത്താണ് ഇവർ എന്നും പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും തമാശയൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. കൂടുതൽ തന്നെ സച്ചി പറയുകയാണ്, നമുക്കൊരു ബാച്ചിലറായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു, ഈ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടാവുകയില്ലായിരുന്നു. രേവതിയാണെങ്കിൽ പണ്ടത്തെ പോലെ ഒന്നുമല്ല, എൻ്റെ ഭയങ്കര സംശയമായിട്ടാണ് രേവതി പെരുമാറുന്നതെന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്തും പറയുന്നുണ്ട്, ഒരു നിമിഷം പോലും എനിക്ക് വർഷയെ സ്വസ്ഥ വരുന്നില്ല, 24 മണിക്കൂർ അവളെ വിളിക്കണമെന്നാണ് വർഷ പറയുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിയും അത് ശരിവെക്കാണ്ട് ശ്രുതിയും ഏകദേശം ഈ ഒരു സ്വഭാവമാണെന്നുള്ള കാര്യം ശ്രുതിയും പറയുന്നുണ്ട്. ആ ഒരു സമയത്താണ് ശ്രുതി പറയുന്നത്, നമുക്ക് ബാച്ചിലേഴ്സ് ആയിട്ടിരിക്കുന്ന ഒരു മാർഗ്ഗമുണ്ട്, നമുക്ക് നമ്മുടെ ഭാര്യമാരെ ഡിവോഴ്സ് ചെയ്യാം, അപ്പം നമുക്ക് ബാച്ചിലേഴ്സ് ആയിട്ടിരിക്കാമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രീകാന്ത് ശ്രുതിയെ തന്നെ നോക്കുന്നുണ്ട്. അന്നേരം തന്നെ ശ്രുതി പറയുന്നുണ്ട്, അല്ല ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്, നമുക്ക് ബാച്ചിലേഴ്സ് ആവണമെന്നാണെങ്കിൽ നമുക്ക് നമ്മുടെ ഭാര്യമാരെ ഉപേക്ഷിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് ശ്രുതിനെ ഉപേക്ഷിക്കാൻ ധൈര്യം ഉണ്ടോടെ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രുതി തല താഴ്ത്തുന്ന സമയത്ത് കണ്ടില്ല, അവൻ ഇപ്പോഴും ഇവൻ്റെ ഭാര്യയെ പേടിയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേ പേടിയായിട്ടൊന്നുമില്ല, എനിക്ക് ശ്രുതിയില്ല ജീവിക്കാൻ പറ്റില്ല, അവളാണ് എൻ്റെ എല്ലാം, ഇപ്പോഴത്തെ ഉയർച്ചയിലെല്ലാം തന്നെ താങ്ങാൻ നിന്ന് അവളായിരുന്നു, എത്രയൊക്കെ പിണങ്ങിയാലും എനിക്ക് അവളോട് ഒരിക്കലും ദേഷ്യപ്പെടാനാവുകയില്ല എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. എന്നിരുന്നാലും അറിയാതെയാണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ വായിൽ നിന്ന് ശ്രുതിയെ ഡിവോഴ്സ് ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ട് എന്ന രീതിക്ക് ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.